ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നത് നമ്മളൊരു നാട്ടുകാരൻ പുത്തൂർപള്ളിക്കൽ അങ്കപ്പറമ്പ് അമ്പലപ്പടി ദേശം നമ്മളൊരു സ്വന്തം സഹോദരനായ മാഫിക്കാനെപ്പാണ്. മാഫിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള ആളാട്ടോ. നമ്മളെ ഇന്ത്യയിൽ ഏതൊക്കെ ഭാഷ ഉണ്ട് അത് ഏകദേശമൊക്കെ മൂപ്പര് സംസാരിക്കും. ചെറുപ്പം വീട്ടിലെ ഓരോ നാടിങ്ങനെ നാട്ടിൽ പണിക്ക് പോയി അവിടെ ഒരുപാട് ജീവിച്ച ആളാണ്. ഇപ്പോൾ മൂപ്പര് നാട്ടിൽ സെറ്റാണ്. നമുക്ക് നാളെ പരിചയപ്പെടാം അല്ലേ. ഇതാണ് നമ്മളെ മാഫിക്ക. ആളെ കാണുന്നില്ല, ക്ലിയർ ഉണ്ട്. അപ്പോൾ ആളുകൾ നമ്മളെ കണ്ടോളും. അപ്പോൾ മാഫിക്ക എത്ര വയസ്സിൽ പോയി നിങ്ങൾ നാട് വിട്ടാണ്ട്? ഞാനൊരു 16 വയസ്സിൽ. 16 വയസ്സ് പോയില്ലേ? ശരി. 16 വയസ്സിൽ മാഫിക്ക അവിടെ നാട് വിട്ട് പോയിട്ടോ? വയസ്സിൽ പലപോലെ ബേക്കറിയിലും ഹോട്ടലിലും ഒക്കെ ആയിട്ട് ₹1 കൂലി കിട്ടുക ഇന്നത്തെ കാലത്ത്. 75 പൈസക്ക് ആദ്യം 75 പൈസക്കാണ് ആദ്യം ജോലി ചെയ്യും. ആദ്യമായിട്ട് ഞങ്ങളുടെ പോയത് മാഫിക്ക? ആദ്യം ഞാൻ മൈസൂർക്കാണ് മൂപ്പർ ആദ്യമായിട്ട് പോയത്. മൈസൂർ. പിന്നെ മൈസൂർ കർണാടകത്തിൽ കുറേ സ്ഥലത്തേക്ക് പോയി. പിന്നെ രസമൊക്കെ പിന്നെ ₹2 ശമ്പളം വിസ്തൽ. അങ്ങനെ പിന്നെ ഹൈദരാബാദ്, പിന്നെ ആന്ധ്ര, മഹാരാഷ്ട്ര, ആസാം, ബീഹാർ, ഗുജറാത്ത്, എന്താ പറയുകയാണ് ഒരുവിധം സ്ഥലത്തൊക്കെ ഇങ്ങനെ കറങ്ങിയിരുന്നു. കൂടുതൽ നിന്നത് എവിടെയാണോ? ആന്ധ്രയിലാണ്. ആന്ധ്ര അത് കൂടുതൽ അന്നൊക്കെ അന്നൊക്കെ ഒരു ₹20 ശമ്പളം ആന്ധ്രയിൽ മാസം. അല്ല, ദിവസം 20 രൂപ. അങ്ങനെ അന്ന് പിന്നെ കൺസ്ട്രക്ഷൻ വർക്കായി. പിന്നെ കാര്യമായിട്ട് വിശാഖപട്ടണം എന്ന സ്ഥലത്തായിരുന്നു ഞാൻ കൂടുതൽ ജോലി ചെയ്യുന്നത്. 8 വർഷം വിശാഖപട്ടണം നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പിന്നെ ഓവർ ടൈമും എല്ലാം കൈയെടുത്ത് ഒരു മാസത്തിൽ 2000-2250 ഉറുപ്പ്യൊക്കെ ഇന്നത്തെ ശമ്പളം അത് കിട്ടും. അത് ഓവർ ടൈം എല്ലാം അടക്കം. പിന്നെ കുറേ പോലെ സ്ഥലത്തൊക്കെ പോയി. ഹോട്ടലിൽ പനിയും കൺസ്ട്രക്ഷൻ വർക്കും. അപ്പോൾ ഞാൻ ഒരാൾ പറഞ്ഞു കേട്ട് മാഫിക്ക എവിടെ ഒരു പണിക്ക് പോയപ്പോൾ പാകിസ്ഥാനിൽ ബാങ്ക് വിളിക്കുന്ന ഒച്ച കേട്ടിട്ട് പണി മാറ്റി പോകുന്നത്. അത് സംഭവം ഉണ്ടായില്ലേ? അതോടെ എവിടുന്നാണ് സംഭവം? എവിടുന്ന ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞേക്കാം. അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് വാച്ചും മൊബൈലും ഇല്ലാത്തൊരു കാലത്തേ അതിൻ്റെ സമയം അങ്ങനെ ഉണ്ടായില്ല. ഓരോരുത്തർ പറഞ്ഞേക്കാം. അതെങ്ങൾ ഒരുവിധ സ്ഥലത്തൊക്കെ പോയില്ലേ സ്റ്റേറ്റിൽ? അപ്പോൾ എത്ര ഭാഷ ഇപ്പോൾ നിങ്ങൾക്ക് അറിയും? അത്യാവശ്യം കന്നഡ, തെലുങ്കാണ് കൂടുതൽ സംസാരിക്കുക. എന്നാൽ ശരി, നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ മാഫിക്കാർ 10-12 ഭാഷ മൂപ്പർ സംസാരിക്കും കേട്ടോ, നമ്മളെ ഇന്ത്യയിലുള്ള. അപ്പോൾ കുറച്ച് ഭാഷയൊക്കെ മൂപ്പർ ഇപ്പോൾ പറഞ്ഞുതരും. ഞാൻ നിങ്ങളെ കണ്ടു എന്നുള്ള എങ്ങനെ പറയാം? ഏത് ഭാഷയിലാണ് പറയേണ്ടത്? നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിലൊക്കെ പറഞ്ഞോളി. ഞാൻ നിങ്ങളെ കണ്ടു. ठीक है, बाद में बोलेंगे. कन्नड़ പറയുമോ? ಕನ್ನಡ ನಮ್ಮ ಸಪ್ತ అగలే ಬರ್ತೀನಿ. మీరు మళ్ళీ వస్తాను. నాకు ఇప్పుడు కొద్దిగా పని ఉంది, తర్వాత వస్తాను. കന്നഡ പിന്നെ ഇപ്പോൾ തെലുങ്കപ്പോൾ പറഞ്ഞു. കന്നഡ പറയുമോ? കന്നഡ ആദ്യം പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞു. ഇപ്പോൾ തെലുങ്ക് പറഞ്ഞു. ഹിന്ദി നേരത്തെ പറഞ്ഞു. हिंदी बाद में बोलेगा, माल मिलेगा. ठीक है, अभी जरूर काम है, जा रहा हूँ. മൂപ്പർക്ക് തിരക്കാണെന്നാ പറഞ്ഞത്. ബാക്കി നമുക്ക് പിന്നെ കാണാം. അടുത്ത അധ്യായത്തിൽ മാഫിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നമസ്കാരം.